വടകരയിലെ MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായി. പേരാമ്പ്ര BRCയിലെ അധ്യാപിക കൂട്ടോത്ത് സ്വദേശി VP നിഷ്മയാണ് അറസ്റ്റിലായത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരുടെ എണ്ണം 3ആയി. ഇൻസ്റ്റഗ്രാം വഴിയാണ് അധ്യാപികമാർ ലഹരി സംഘവുമായി ബന്ധം സ്ഥാപിച്ചത് എന്ന് പോലീസ് കണ്ടെത്തുകയാണ്. കൂടുതൽ അധ്യാപികമാർ കുടുങ്ങുന്നതോടുകൂടി കേസിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഇന്ന് പേരാമ്പ്ര BRCയിലെ തന്നെ അധ്യാപികയായ VP നിഷ്മയെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീഷ്മയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അന്വേഷണം നീഷ്മയിലേക്ക് എത്തി. പോലീസ് നീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് MDMA വിൽപ്പനയിൽ സാമ്പത്തിക ഇടപാട് ഇവരുടെ അക്കൗണ്ടുകളിലേക്കാണ് പണം വന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് അറസ്റ്റ് ചെയ്ത പ്രതി നീഷ്മ എന്ന അധ്യാപികയാണ്. അവരും പേരാമ്പ്ര BRCയുടെ അണ്ടറിൽ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപികയാണ്. അപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വലിയ ഒരു ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിൽ അവർ അംഗമാണ് എന്നൊരു യാതൊരു സംശയമില്ല. പുതിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അധ്യാപികമാർ ലഹരി സംഘവുമായി ബന്ധപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴിയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 3 പേരും രാസലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 2 ഗ്രാം MDMA വടകരയിൽ നിന്ന് ഒരു യുവാവിൽ നിന്ന് പിടികൂടിയതോടുകൂടിയാണ് അതിൻ്റെ കണ്ണുകളിലേക്ക് പിന്നീടുള്ള അന്വേഷണം എത്തിയത്. ഏതായാലും അധ്യാപികമാർ ഇങ്ങനെ അറസ്റ്റിലായ സംഭവം സംസ്ഥാനത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. താൽക്കാലിക അധ്യാപികമാരായ കീർത്തനയെയും കാവ്യയും നേരത്തെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു.